പെരുന്നാളിന്റെ അന്ന് രാത്രി പാത്രങ്ങളൊന്നും കഴുകാതിരുന്നത് കൊണ്ട് രാവിലെ അതൊരു ചടങ്ങായിരുന്നു. നമ്മുടെ ന്യൂലി മാരീഡ് കപ്പിൾസ് രാവിലെ പഴങ്ങഞ്ഞിയും തിരക്കി ഇവിടെ എത്തിയിട്ടുണ്ട്. രണ്ടുപേരും അപ്പുറത്ത് അനിയങ്ങളുടെ കൂടെ നിന്ന് ടാങ്ക് കഴുകുന്നുണ്ട്. ഒരു കട്ടൻ അനിയങ്കലിനാണ്. പെരുന്നാളിന്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ട അതേ ഡ്രസ്സ് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഇട്ടിരിക്കുന്നത്. ഇന്നും കുറച്ചധികം പണിയെടുക്കാനുണ്ട്. അതുകൊണ്ട് ഇത് കഴുകുന്നതിന് മുമ്പ് മാക്സിമം അങ്ങോട്ട് യൂസ് ചെയ്യാന്ന് കരുതി. കോളർ നെക്കാണ്, പഫ് സ്ലീവ്സ് ആണ്, നല്ല ഫ്ലെയർ ഉണ്ട് താഴെ. ആൻഡ് ദ ഹൈലൈറ്റ് ഇസ് ദിസ് ഇസ് പ്യുവർ കോട്ടൺ. എല്ലാ വർഷവും സ്നേഹവിരുന്ന് വിളമ്പുന്ന ചോറ് ഒരു 1.5 കലമെങ്കിലും ബാലൻസ് വരും. അത് ഇതുപോലെ പിറ്റേ ദിവസം ഞങ്ങൾ എല്ലാവരും പഴങ്ങഞ്ഞിയായിട്ട് കുടിക്കും. അനിയച്ചാച്ചനും ചിന്നു ചേച്ചിക്കും ഇന്നൊരു മാരേജ് ഉണ്ട്. ഇത് കഴിഞ്ഞാൽ അവരങ്ങോട്ടേക്ക് പോകും. നമ്മൾ ഇന്ന് സേറമോളുടെ വീട്ടിലാണ്. ഈ പെരുന്നാൾ തീർന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ടൊരു സങ്കടം വരും. അത് തീർക്കാനായിട്ടാണ് പെരുന്നാളിന്റെ തൊട്ടടുത്ത ദിവസം ഞങ്ങൾ എല്ലാവരും കൂടുന്നത്. അരി ഞാൻ ഇട്ടിട്ടുണ്ട്, കറിയൊക്കെ എന്താന്ന് വെച്ചാൽ ആയിക്കോണം എന്നൊക്കെ ബബിയാൻറ്റി പറയും. പക്ഷെ എല്ലാം ബബിയാൻറ്റി തന്നെ ചെയ്യും. നിലുവിനെ അമ്മതേ ഇപ്പൊ കൊണ്ടുവന്നതേ ഉള്ളൂ. ഒരു രാത്രി കാണാതിരുന്നതിന്റെ സ്നേഹപ്രകടനമാണിത്. എന്റെ തലയിൽ ഇട്ടിരുന്ന ബുഷാണ് അവന്റെ കാലിൽ കിടക്കുന്നത്. ഇപ്പൊ അങ്ങനെ മംഗ്ലീഷിൽ ഞങ്ങൾ 1 to 10 എണ്ണാൻ പഠിച്ചിട്ടുണ്ട്. മാമന്റെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്നു. നിലുവിന് പഴങ്കഞ്ഞി കൊടുക്കണ്ടെന്നും പറഞ്ഞ് ലില്ലി അമ്മച്ചി കുക്കുവിന്റെ കയ്യിൽ 2 അപ്പം കൊടുത്തു വിട്ടു. ഇന്നലെ രാത്രി തൊട്ട് ചെറിയ പൊടി മഴയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അരിയും ചാക്കും ഒക്കെ അങ്ങ് അകത്ത് വെച്ചു. മിക്സി എടുക്കാൻ വിട്ട 2 പേരെ കാണാതിരുന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഫ്രിഡ്ജിനകത്ത് ഒരു ബോട്ടിൽ പെപ്സി ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് 2 പേരെയും കുറച്ച് നേരത്തേക്ക് കാണാതിരുന്നത്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ലഞ്ച് ഉണ്ടായി. മീൻകറിയുടെ പ്രിപ്പറേഷൻസ് ഇത്തവണ ശാന്താന്റിക്കായിരുന്നു. ഞാനൊരു കത്തി തിരക്കിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്. ബബിയാൻ്റെയാണ് കേട്ടോ തോരനൊക്കെ വെച്ചത്. ഞാൻ ചുമ്മാ ഇളക്കാനായിട്ട് കൂടിയെന്നേ ഉള്ളൂ. വേറൊരു പാത്രത്തിലോട്ട് ആക്കാൻ പറഞ്ഞത് ഞാൻ അവിടെ നിന്ന് സെർവ് ചെയ്ത് മാറ്റുന്നുണ്ടായിരുന്നു. സ്റ്റേജിനും പന്തലിനും ഒക്കെ ആയിട്ട് ആദ്യത്തെ തൂണ് നാട്ടുമ്പോൾ ഒരു ദക്ഷിണ കൊടുക്കും. അപ്പോൾ മനസ്സിൽ വരുന്നൊരു സന്തോഷമുണ്ട്. ഇതെല്ലാം അഴിക്കുന്നത് കാണുമ്പോൾ ഒരു സങ്കടവും. ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ 2 കിടാങ്ങളെയും കൊണ്ട് ഉറങ്ങാൻ പോവാണ്. നല്ലൊരു ഉറക്കം ഉറങ്ങി എണീറ്റിട്ട് എനിക്കൊരു ചായയും അവന്മാർക്ക് 2 പേർക്കും പാൽ. കുരിശടിയിൽ ടെമ്പററി ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾത്താരെയൊക്കെ ദേ ഇളക്കി മാറ്റുവാണ്. മാതാവിന്റെ ഫ്രണ്ടിലിരിക്കുന്ന ആ ട്രോഫി കഴിഞ്ഞ ഇടവക പെരുന്നാളിന് മിനിയാന്റിയെ മാതാവാക്കി ഒരുക്കിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ വേളാങ്കണ്ണി വാർഡിന് കിട്ടിയ ട്രോഫിയാണ്. കൊച്ചു അപ്പേനെയും ഇന്ന് ഡിസ്ചാർജ് ചെയ്തു. ലില്ലിയംച്ചിക്ക് കഴിക്കാനുള്ളത് ഞാൻ അവിടെ കൊണ്ടുവച്ചു. ആലനും ഫ്രണ്ട്സും ഒക്കെയാണ് കേട്ടോ ആ കാറിൽ. ആലന്റെ ഫ്രണ്ടിന്റെ ഫാദർ ഇൻ ലോയുടെ ഓർമ്മ പൂജയായിരുന്നു ഇന്ന്. ഉച്ചയ്ക്ക് കപ്പയും മീൻകറിയൊക്കെ ആയിരുന്നു. രാത്രിയായപ്പോൾ ഓരോരുത്തരായിട്ട് ചിക്കൻ ഞാൻ സ്പോൺസർ ചെയ്യാം, പൊറോട്ട ഞാൻ സ്പോൺസർ ചെയ്യാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നതുകൊണ്ട് രാത്രി പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഒക്കെയാണ് മെനു. എന്തോ കാര്യം പറഞ്ഞ് ലൂക്കുട്ടനും നിലു ഉടക്കായി കേട്ടോ. കരച്ചിലൊന്ന് അവസാനിപ്പിക്കാനാണ് ഞാൻ 2 അടി ലൂയിസിന് കൊടുത്തത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു. ആലൻ എത്തിയപ്പോഴേ ചെറിയ മഴയൊക്കെ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് വരണ്ട, ഫുഡ് ഞാൻ അങ്ങോട്ടേക്ക് എടുത്തോണ്ട് ചെല്ലാമെന്ന് പറഞ്ഞു. പെരുന്നാൾ തീർന്ന സങ്കടവും പറഞ്ഞ് ഇനി വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ, നാളെ തൊട്ട് സ്കൂളിൽ പോകണം. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.